നമസ്കാരം, ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ, ചാവക്കാട് മണത്തലയിൽ പട്ടാപ്പകൽ മുഖം മറച്ച് വീട്ടിലെത്തി വീട്ടമ്മയുടെ മുഖത്തേക്ക് രാസപ്പൊടിയെറിഞ്ഞ് കവർച്ചാശ്രമം. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം ആലഞ്ചേരി വീട്ടിൽ സുജിത്തിന്റെ വീട്ടിലാണ് സംഭവം. സുജിത്തിന്റെ ഭാര്യ പ്രീജയുടെ ദേഹത്തേക്കാണ് രാസപ്പൊടിയെറിഞ്ഞത്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബാർ ഹോട്ടൽ സൂപ്പർവൈസറെ മർദ്ദിച്ച കേസിൽ 2 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല വഞ്ചിക്കടവ് സ്വദേശികളായ മടത്തിപ്പറമ്പിൽ റിൻഷാദ്, ചന്ദനപ്പറമ്പിൽ മുഹമ്മദ് എന്നിവരെയാണ് SHO G അജയ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI K ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കടപ്പുറം വില്ലേജ് ഓഫീസർ അവധിയിൽ പോയി 2 ആഴ്ച കഴിഞ്ഞിട്ടും പകരം ഓഫീസറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. ഉപരോധ സമരം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് ഓഫീസറെ ഉടൻ നിയമിക്കാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന ചേറ്റുവ പാലത്തിന്റെ തകർച്ചാവസ്ഥ പരിഹാരമില്ലാതെ തുടരുന്നു. പാലത്തിന്റെ കോൺക്രീറ്റുകൾ അടർന്ന് കുഴികൾ രൂപപ്പെട്ടതിന് പുറമെ ഇരുഭാഗങ്ങളിലെയും നടപ്പാതകൾ പലയിടങ്ങളിലും തകർന്നു. വഴി വിളക്കുകളും പ്രകാശിക്കാതെയായി. പാലത്തിന്റെ തകർച്ചാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും പാലത്തോടുള്ള അവഗണന തുടരുകയാണെന്ന് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമ്മൽ ആരോപിച്ചു. CITU അവകാശ ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് 1-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് SDPI സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഷാമില ഹബീബാണ് സ്ഥാനാർത്ഥിയായി സഹവരണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ പത്രിക സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടപ്പുരയുടെ വടക്ക് ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഭഗവതി കെട്ടുവഴി ക്ഷേത്രത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള ഭക്തരുടെ പ്രവേശനത്തിന് ജൂലൈ 11 രാവിലെ 8 മണി മുതൽ 3 ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ജൂലൈ 13 ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ നിയന്ത്രണം തുടരും. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. ജില്ലാ ട്രഷറർ KB സുധ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ പ്രസിഡന്റ് മഞ്ജുഷ സുരേഷ് അധ്യക്ഷയായി. ബ്ലാങ്ങാട് രചന ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ, K ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം MS പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് ലൈബ്രറിയനും കവിയുമായ PV ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഉമ്മർ കുഞ്ഞി. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ചാവക്കാട് നടത്തിയ ഒപ്പുമതിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്കൂൾ തലത്തിൽ നടത്തിയ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. UP വിഭാഗത്തിൽ മുഹമ്മദ് ഷയാൻ, സിയാൻ, ലിസാന നസ്രീൻ എന്നിവരും LP വിഭാഗത്തിൽ റിസ്വാൻ, ഹനിയ ഫാത്തിമ, PK യാസിർ എന്നിവരും വിജയികളായി. ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.